ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ബ്ലൂടൂത്ത് FM TF2 കാർഡിലുണ്ട്. ഇപ്പോൾ നമുക്ക് പവർ സ്ലോട്ട്, പിന്നെ അതിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ സ്ലോട്ട്, അങ്ങനെ 2 സ്ലോട്ടാണുള്ളത്. അതിൻ്റെ കണക്റ്റേഴ്സ് അടക്കം നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു 150 റുപ്പീസ് ഓഫ്ലൈനായാലും ഓൺലൈനായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വോളിയത്തിൻ്റെ സ്ലോട്ട്, വോളിയം ഔട്ട് എടുക്കുന്ന ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ഒരു ഗ്രൗണ്ടിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പവറിൻ്റെ കണക്ടറും ഉണ്ട്. അപ്പോൾ അതിനകത്ത് റെഡ് കളർ കാണുന്നത് ആൻറ്റനയാണ്, FM ആൻറ്റന. അപ്പോൾ അത് നമുക്ക് റിമോട്ട് കൂടി അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ ഔട്ട് നമുക്കൊരു ആംപ്ലിഫയർ വേണം. അതാണ് PAM 8403 എന്ന് പറഞ്ഞ ബോർഡ് കണ്ടത്. നമുക്കൊരു സ്പീക്കർ കണക്ട് ചെയ്യുക അതിനകത്തേക്ക്. അപ്പോൾ നമ്മളൊരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഡ്യുവൽ ആംപ്ലിഫയറാണ്. നമ്മളടുത്ത സ്പീക്കറിലേക്ക് അതിന് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യുന്നു. അപ്പോൾ സ്പീക്കറിന് മേലെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നോക്കി കണക്ട് ചെയ്യണം. ഇനി നമുക്കത് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഈ PAM 8403 ബോർഡിൽ നമുക്ക് 2 ഔട്ട്പുട്ടും പിന്നെ പവർ, പിന്നെ ഇൻപുട്ടായിട്ട് 6 ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ഗ്രൗണ്ടും കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്നുള്ളത് ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് കൊടുക്കുക. ഔട്ട്പുട്ടായിട്ട് 2 സ്പീക്കർ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 2 സ്പീക്കർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. ഞാനിതൊരു പഴയ കമ്പ്യൂട്ടർ സ്പീക്കർ കേടായിട്ടുള്ളതിനുള്ള സ്പീക്കർ മാത്രം എടുക്കുകയാണ്. പിന്നെ ആംപ്ലിഫയർ ആയെന്ന് തോന്നുന്നു കേട്. സ്പീക്കർ വർക്ക് ചെയ്യേണ്ടി ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ സ്പീക്കർ ഒരു 100 റുപ്പീസ് 150 റുപ്പീസിനുള്ളിൽ 3 വാട്ട് 4 ഓമിൻ്റെ സ്പീക്കറാണ് ഇതിന് വേണ്ടത്. നമുക്ക് പവർ കണക്ട് ചെയ്തു ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക്. നമ്മൾ സ്പീക്കറിൽ ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള കണക്ഷൻ കൂടി കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു നമുക്കിതിന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പവറിന് വേണ്ടി നമ്മളൊരു സാധാരണ പഴയ മൊബൈൽ 5 വോൾട്ടിൻ്റെ 5 വോൾട്ടാണ് ഇതിൻ്റെ ഈ വർക്കിംഗ് വോൾട്ടേജ്. ആംപ്ലിഫയർ ആണെങ്കിലും ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആണെങ്കിലും വർക്കിംഗ് വോൾട്ടേജ് 5 വോൾട്ട് DC ആണ്. അപ്പോൾ നമ്മളത് കൊടുത്ത് ഓണാക്കി നോക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ റിമോട്ട് കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ FM ആണ്, ഓക്സിലറി, അങ്ങനെ ഓരോ മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് അതുകൂടാതെ ഒരു ബാറ്ററി കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കപ്പായി കിട്ടും. ഇപ്പോൾ പഴയ മൊബൈൽ ബാറ്ററിയാണ് നമ്മളെ പവറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ചാർജിങ് കൂടി ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്പീക്കർ മാത്രം വെച്ചിട്ട് അതിന് അപ്പോൾ സ്പീക്കറിൻ്റെ ബോക്സിലേക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോരോ മോഡ് മാറ്റുന്നതിനൊക്കെയായിട്ട് അതിൻ്റെ വേരിയേഷൻസ് വരുന്നുണ്ട്. റിമോട്ടിൽ ഓൺ ഓഫ് ചെയ്യാനും പറ്റും. നമുക്ക് ബോക്സിലേക്ക് സ്പീക്കർ, അതായത് പണ്ടുണ്ടായിരുന്ന ബോക്സിലേക്ക് ഇതൊരൊറ്റ യൂണിറ്റായി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സ്പീക്കർ ഡിസ്കണക്ട് ചെയ്തു. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, പഴയ മൊബൈൽ ബാറ്ററി. ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടിന് വേണ്ടിയിട്ട് ചാർജിങ്ങിന് 2 പിന്ന് പോസിറ്റീവ് നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളതെല്ലാം പിന്നെ ആൻറ്റിന കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനകത്ത് വേറൊരു വയർ കൂടി കണക്ട് ചെയ്താൽ പ്രോപ്പറായിട്ട് FM റിസപ്ഷൻ കിട്ടുള്ളൂ. നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്കുള്ള പവറും അതിൻ്റെ ഓഡിയോ ഔട്ടും ഒരു ഫിക്സ് ചെയ്യാനുള്ള പോർഷനിലൂടെ പുറത്തേക്ക് എടുക്കുന്നത്. നമ്മൾ ബോക്സിലേക്ക് അത് സെറ്റ് ചെയ്യുന്നു ഫുള്ളായിട്ട്. അപ്പോൾ നമുക്കത് പുറത്തേക്ക് എടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമുക്കത് കുറച്ച് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പരമാവധി ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളത് പവറിന് സ്വിച്ച് കൂടി വെക്കാൻ വേണ്ടി 2 വയർ കൂടി പുറത്തെടുത്ത് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബാറ്ററി തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പെയർ ആയിക്കോളും. പിന്നെ നമുക്ക് റിമോട്ടിൽ തന്നെ കൺട്രോളിങ് നടത്താം. ബ്ലൂടൂത്ത് പെയർഡ് ആവുന്നുണ്ട്, പെയർഡ് പറയും. ഇപ്പോൾ സൗണ്ട് സ്പീക്കറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിനി റിമോട്ടിൽ വോളിയം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുമ്പോൾ മൊബൈലിലും അതിനകത്തായിട്ട് ചേഞ്ച് കാണാം. അതായത് ഇറ്റ്സ് വർക്കിംഗ് ആണ്. TF2 കാർഡ് ഇട്ട് നോക്കിയതും വർക്കിംഗ് ആണ്. ബാക്കപ്പ് എത്ര കിട്ടുമെന്നുള്ളത് ചാർജിങ് കുറച്ച് സമയം ചെയ്തിട്ടുള്ളൂ. ഫുൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ആംപ്ലിഫയർ ബോർഡിന് വരുന്നത് 40 റുപ്പീസ്, അറൗണ്ട് 40 റുപ്പീസാണ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും വരുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും വീഡിയോസ് വരാം. താങ്ക് യു.